പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പോകുന്നത് മെൽക്കിസെദേക്കിലൂടെയാണ്. അന്നത്തെ കാലത്ത് ഇതിന്റെ ബൈബിളിലൊക്കെ പറയുന്നത് പുരോഹിതനായിട്ടുള്ള മെൽക്കിസെദേക്ക്, അല്ലെങ്കിൽ അദ്ദേഹത്തെ കുറിച്ച് ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബൈബിളിൽ വളരെ കുറച്ച് പറയുന്നുവെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് ഈ ആൻ കാത്തറിൻ എമറിച്ച് പുണ്യവതി പറയുന്നുണ്ട്. പുണ്യവതിക്ക് ഒരുപാട് വിഷൻസ് എല്ലാം ലഭിച്ചിട്ടുണ്ട്. അത് പറഞ്ഞു ശരിക്കും ലോകാരംഭം മുതൽ നമുക്ക് ക്രിസ്തുവിന്റെ ഈ ഒരു ക്രിസ്തു ചെയ്ത പബ്ലിക് സർവീസ് അതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതില്. അപ്പൊ പുണ്യവതി പറയുന്നത് മെൽക്കിസേദക്കിനെ കുറിച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇവിടെ പറയുന്ന കാര്യമാണ് ഉൽപ്പത്തി 14-ാം അധ്യായം 18 മുതൽ 19 വരെ പറയുന്നത് എങ്ങനെയാണ്? മെൽക്കിസേദക് കിങ് ഓഫ് സേലം brought out bread and wine. He was a priest of God the Most High and he blessed Abraham. അപ്പൊ മെൽക്കിസേദക്ക് എന്താ കൊണ്ടുവന്നത്? വേറൊന്നുമല്ല കൊണ്ടുവന്നത്. ഈ മൃഗങ്ങളെയോ അല്ലെ മൃഗബലിയെ കുറിച്ചോ അല്ലെ മറ്റുള്ള ഇതിനെ കുറിച്ചോ ഒന്നുമല്ല പറയുന്നത്. അന്ന് അദ്ദേഹം കൊണ്ടുവന്ന ബ്രെഡും വൈനുമാണ്. അതേപോലെ പറയുന്ന ഒരു കാര്യമാണ് അദ്ദേഹം അത്യുന്നതനായ ദൈവത്തിന്റെ മഹാപുരോഹിതനാണ് എന്നാണ് പറയുന്നത്. അപ്പൊ അന്ന് മെൽക്കിസേദക്കാണ് ശരിക്കും പറഞ്ഞാൽ ആദ്യമായിട്ട് ഈ പരിശുദ്ധ കുർബാനയുടെ ഒരു അർപ്പണം ശരിക്കും നടത്തുന്നത്. അത് പറഞ്ഞാൽ ഇന്നത്തെ ഫോമിലുള്ള ഇപ്പൊ അടയാളം. അതിപ്പോ ആൻ കാത്തറിൻ എമറിച്ച് പുണ്യവതി പറയുന്നത് എങ്ങനെയാണ്? അവര് മെൽക്കിസേദക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് അദ്ദേഹം അബ്രാഹത്തെ അറിയിക്കുകയാണ്. 2 ദൂതന്മാരെ വിട്ടിട്ട് അബ്രാഹത്തെ അറിയിക്കുകയാണ്, അത് ഞാൻ വരുന്നുണ്ട്, എല്ലാവരെയും വിളിച്ച് എന്നെ റിസീവ് ചെയ്യാൻ എല്ലാവരെയും വിളിച്ചു വരുത്തുക, റിസീവ് ചെയ്യാൻ അദ്ദേഹത്തെ. അപ്പൊ അദ്ദേഹത്തെ റിസീവ് ചെയ്ത് ഉള്ളിൽ കൊണ്ടുപോകുമ്പോ അവിടെ സോതോമിന്റെ രാജാവൊക്കെ ഉണ്ട്. അവിടെ സോതോമിന്റെ അദ്ദേഹവും കുറെ അന്നത്തെ പ്രഗത്ഭരായ ആളുകളൊക്കെ അവിടെയുണ്ട്. അത് കഴിഞ്ഞ് അബ്രഹാം അവിടെ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അൽത്താര എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മെൽക്കിസേദക്ക് അവിടെ വന്നിട്ട് പരിശുദ്ധ കുർബാന അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും അത് കഴിഞ്ഞ് അത് അബ്രാഹത്തിന് കൊടുക്കുന്നതും അതിലെ വീഞ്ഞും എല്ലാം കൊടുക്കുന്നതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് അവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നിട്ട് പറയണേ ഇതേ ഫോം തന്നെയാണ് പരിശുദ്ധ കുർബാനയുടെ അതിലും ലേറ്റർ സ്റ്റേജിലും സംഭവിച്ചിരിക്കുന്നതെന്നാ പറയുന്നത്. അപ്പൊ വേറെ അതിന്റെ ഇടയിൽ വരുന്ന നമ്മള് പലതരം ബലികളെ കുറിച്ചൊക്കെ ദഹനബലി, മൃഗബലി, പലതരത്തിലുള്ള അതൊന്നും എടുത്താൽ ശരിക്കും പരിശുദ്ധ കുർബാനയുടെ ഒരു തുടക്കം എന്ന് പറയുന്നത് മെൽക്കിസേദക്കിലൂടെയാണ് പറയുന്നത്. മെൽക്കിസേദക്കിനെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ക്രിസ്തുവിന്റെ പൗരോഹിത്യത്തിന്റെ ഒരു നിഴൽ അല്ലെങ്കിൽ മുന്നോടിയാണ്. വരാനിരിക്കുന്ന പൗരോഹിത്യത്തിന്റെ ഒരു തുടക്കമാണ്. ക്രിസ്തുവും ചെയ്തത് ബ്രെഡും വൈനുമാണ് ഓഫർ ചെയ്യുന്നത്. അതെ, മാത്രമല്ല പുതിയ നിയമത്തിൽ പറയുന്നുണ്ട് മെൽക്കിസേദക്കിന് അപ്പനില്ല, അമ്മയില്ല, അവന് തുടക്കമില്ല, അവസാനമില്ല. അവൻ സലേം രാജ്യത്തെ രാജാവ്, ഷാലോം രാജ്യത്തെ, സമാധാനത്തെ രാജ്യത്തെ രാജാവ്. അപ്പൊ അബ്രഹാം ദശാംശം എല്ലാം മെൽക്കിസേദക്കിന് കൊടുക്കുന്നുണ്ട് പഴയ നിയമത്തില്. അബ്രഹാം പറയുന്ന ഒരു ചോദ്യം ചോദിക്കുന്നത്, എലിയൂത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു വ്യക്തിയും ഈശോയും കൂടെ ഒരു സംഭാഷണമുണ്ട്. അത് പറഞ്ഞു പുതിയ നിയമത്തില് പറഞ്ഞ ഈശോയുടെ പരസ്യ ജീവിത കാലത്ത് എലിയൂത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സേലമിലുള്ള ഒരാളാണ്, ഒരു വ്യക്തിയാണ്, ഒരു നല്ലൊരു വ്യക്തിയാണ്. എക്സാക്ട്ലി. അപ്പൊ അതിൽ എലിയൂത്ത് ചോദിക്കുന്നുണ്ട്, എന്ന മാതിരി അങ്ങ് മെൽക്കിസേദക്ക് അങ്ങ് തന്നെയാണോ അല്ലെങ്കിൽ എന്നുള്ള അദ്ദേഹത്തിന് ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. അപ്പൊ ഈശോ പറയാണ്, അല്ല, മെൽക്കിസേദക്ക് ഒരുക്കാൻ വന്ന ആളാണ്, ബലിമൃഗം ഞാൻ തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതോടുകൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇപ്പൊ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു നേരത്തെ ഇതൊക്കെ വായിക്കുമ്പോഴത് ഈശോ തന്നെ ആയിരിക്കുമോ മെൽക്കിസേദക്ക് ആയിട്ട് ഇരിക്കുന്നത് എന്നുള്ളത്. പക്ഷെ നമുക്കിപ്പോ എല്ലാ പ്രൈവറ്റ് റെവലേഷൻസും നമുക്ക് അംഗീകരിക്കാനൊക്കെ ആളുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് പേര് പറയും, നിങ്ങൾ ഇങ്ങനെ പ്രൈവറ്റ് റെവലേഷൻ വെച്ചിട്ട് ഇതിനൊന്നും സംസാരിക്കും. ഇത് നമ്മുടെ ബോധ്യങ്ങളാണ്. അതിപ്പോ നമ്മൾ ആരെ അടിച്ചേൽപ്പിക്കാനോ ഒന്നും വരുന്നതല്ല. നിങ്ങൾ നോക്കി ദൈവം എന്ത് ഡിസേൺമെന്റ് ആണ് നിങ്ങൾക്ക് തരുന്നത് അത് സ്വീകരിക്കുക, അതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെൽക്കിസേദക്കിനെ കുറിച്ചിട്ട് ഇങ്ങനെയാണ് പറയുന്നത്. അദ്ദേഹം എവിടുന്ന് വന്നെന്നോ അദ്ദേഹത്തെ ഈ ആൻ കാത്തറിൻ പുണ്യവതി പറയുന്നത്, ഇദ്ദേഹം ഒരിക്കലും ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല, ഉറങ്ങുന്നത് കണ്ടില്ല, ഫുൾ ടൈം അദ്ദേഹം ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവം ഈ ഓരോ വിഭാഗങ്ങൾ, അന്നത്തെ ഇപ്പൊ നമ്മുടെ ഗോത്ര വിഭാഗങ്ങൾ എന്ന് പറഞ്ഞ പോലെ അന്നത്തെ ഓരോ ടൈപ്പ് ഓഫ് റേസ് ഉണ്ട്, ഓരോ വർഗങ്ങൾ, ഓരോ ഗോത്ര ഇത് പറയുന്നത്.
അവരെല്ലാം അതിൽ നന്നായി വിശുദ്ധിയോടെ ജീവിക്കുന്നവരെ അവരുടെ അടുത്തേക്കൊക്കെ മെൽക്കിസേദക്കിനെ അയക്കുകയും അവരെ ശക്തിപ്പെടുത്തുകയും അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയും അതേപോലെ അന്നത്തെ കാലത്തെ അന്നൊന്നുമില്ലാത്ത സ്ഥലത്ത് ഇവര് പറയാണ് മെൽക്കിസേദക്ക് ഒരു സ്ഥലത്ത് ഒരു ആരും ഇല്ലാത്ത ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിന്ന് പണിയെടുത്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പൊ ഇവര് ചോദിക്കുകയാണ്, ഈ ഒരു മനുഷ്യനും ഇല്ലാത്ത സ്ഥലത്ത് എന്തിനാണ് ഈ മെൽക്കിസേദക്ക് ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അപ്പോഴാണ് മനസ്സിലായത് ഇതെല്ലാം ഭാവിയിലേക്കുള്ള വേണ്ടിയിട്ടുള്ള അടിത്തറ പായിക്കൊണ്ടിരിക്കുകയാണ്. അതിനിപ്പോ ജെറുസലേമിന്റെ കാര്യമായിക്കോട്ടെ, സ്ഥലത്തിന്റെ കാര്യമായിക്കോട്ടെ, ബത്സൈദ കുളം, ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഇതാവില്ല. ബത്സൈദ അതൊക്കെ അതിന്റെയൊക്കെ അടിസ്ഥാനം ഒക്കെ നമ്മൾ ഇതാകുമ്പോ അത് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ഒരു പരിപാലനയുടെ ഇതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതെല്ലാം അതേപോലെ അന്ന് കാലത്തെ എല്ലാം നോബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് നല്ല വിശുദ്ധിയിൽ ജീവിക്കുന്ന ആളുകളെയും ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരെ പീഡിപ്പിക്കുന്നവരെ പോയിട്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ ഈവൻ അന്ന് ഈ മാരക പാവത്തിൽ ജീവിക്കുന്ന ആളുകൾ പോലും, അല്ലെങ്കിൽ ദൈവത്തെ പിശാചിന്റെ കംപ്ലീറ്റ് കൺട്രോളുള്ള ആൾക്കാർ പോലും, അവര് പോലും മെൽക്കിസേദക്കിനെ കണ്ടു കഴിഞ്ഞാൽ അവര് സൈലന്റ് ആവുമെന്നാണ് പറയുന്നത്. അദ്ദേഹത്തെ ഭയങ്കര സ്നേഹത്തോടു കൂടി അദ്ദേഹം പറയുന്നതെല്ലാം അനുസരിച്ചിരുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ഇതാണ് മെൽക്കിസേദക്കിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ നമുക്കിപ്പോ അത് ബൈബിളിന്റെ പുറത്തായതുകൊണ്ട് നമുക്കൊന്നും പറയേണ്ട, ജസ്റ്റ് ഒരു ഐഡിയ വെച്ചു എന്നേ ഉള്ളൂ. അപ്പൊ ഇദ്ദേഹമാണ് ശരിക്കും പറഞ്ഞാൽ മെൽക്കിസേദക്കാണ് ശരിക്കും അത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എങ്ങനെയാണ്. അദ്ദേഹം ഒരു ഇമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ആ ഭയങ്കരമായിരുന്നു എന്നാണ് പറയുന്നത്. അബ്രാഹത്തിന്റെ ഡ്രസ്സ് അദ്ദേഹത്തിന്റെ നോക്കുമ്പോൾ അതിന്റെ മുമ്പിൽ ഒരു തെളിച്ചം ഒന്നുമില്ല എന്നുള്ളതാണ് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. ശരിക്കൊരു മാലാഖയാണ് കുറിച്ച് പറയുന്നത്. അതിൽ ഒരു ഇത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈശോ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കൊന്ന് ഈശോയാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം മിഖായേൽ, ഗബ്രിയേൽ, റഫായേലിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന വിഭാഗമാണ് എന്നാണ് പറയുന്നത്. ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ എതിരാളിയല്ല, മറുഭാഗത്ത് അവര് ഇങ്ങനെ നിൽക്കുമ്പോ, കുറച്ചു പേര് നിൽക്കുമ്പോ ഇവർ ഈ സൈഡ് ആണെങ്കിൽ മറ്റൊരു അവനെ തരച്ച് പറയുന്നത്. ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇതാണ് ആദ്യം സംഭവിച്ച, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധ കുർബാനയുടെ ഒരു അർപ്പണം ശരിക്കും സംഭവിച്ച മെൽക്കിസേദക്കിലൂടെയാണ് സംഭവിച്ചതെന്ന് വളരെ ക്ലിയർ ആയിട്ട് പറയാം.